നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, എപ്പോഴും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറേ ലെക്ചർ പറഞ്ഞ് നീട്ടും. ഓക്കെ, ഇന്നത്തെ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തമ്മിൽ ഓൾറെഡി സെപ്പറേറ്റ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരമില്ല, പേഴ്സണുമായിട്ട് സംസാരമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം പേഴ്സൺ ലൈക്ക് നിങ്ങളില്ലാതെ ഹാപ്പി ആണോ എന്ന് നോക്കാം. ഓക്കെ, അല്ല നിങ്ങൾ കോൺടാക്റ്റ് ഉണ്ട് പക്ഷെ സംസാരം കുറവ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ നടക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനൊന്ന് മാറി നിന്നാലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ മാറിപ്പോയി അവർക്ക് എന്തെങ്കിലും പ്രശ്നം, അവർ വിഷമിക്കുമോ, അതോ അവർക്ക് ഓക്കെ ആയിരിക്കുമോ, ഞാനില്ലെങ്കിലും അവർ സന്തോഷമായിട്ടിരിക്കുമോ എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും അല്ലേ. നമുക്ക് അതൊന്ന് നോക്കാമെന്ന്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കോണ്ടാക്ട് ഇല്ലെങ്കിലും കോണ്ടാക്ട് ഇല്ലാതെ ആയാലും മുന്നോട്ടായാലും വട്ടെവർ, ഓക്കെ, നിങ്ങളില്ലാതെ പേഴ്സൺ ഹാപ്പി ആവോ ഹാപ്പി ആണോ എന്ന് നമുക്ക് നോക്കാം. വിൽ ദേ ബി ഹാപ്പി വിത്തൗട്ട് യു അല്ലേ? നിങ്ങളില്ലെങ്കിൽ അവർ ഹാപ്പി ആണോ, ഹാപ്പി ആവോ, ഹാപ്പി ആയിരിക്കുമോ അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. 3 of Wands, 6 of Swords, Devil energy, 8 of Swords, Queen of Pentacles. See, I think ഇവിടെ നിങ്ങൾ അങ്ങനെ മാറിപ്പോവാൻ തീരുമാനിച്ചാൽ, ഓക്കെ, ഇവിടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഓൾറെഡി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ലൈക്ക് കുറച്ച് പേർക്ക് യെസ് സെപ്പറേഷൻ ഉണ്ടാവാം. ഓക്കെ, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഉണ്ടാവാം. ഒരു ചെറിയൊരു അകൽച്ചയുടെ കാര്യം എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരു ഫുള്ളി സെപ്പറേഷൻ എന്ന് വന്നിട്ടില്ല, ബട്ട് എന്നാലും ഒരു വെയിറ്റിംഗ് എനർജി, ഒരു ഡിസ്റ്റൻസ് എനർജി ഉണ്ട് ഇവിടെ എനിക്ക്. ഓക്കെ, സോ അങ്ങനെ നിങ്ങളിപ്പോൾ ഓൾറെഡി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിട്ടു പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും, ഓക്കെ, എവിടെയോ പേഴ്സൺ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കാണും. ഇപ്പോൾ ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങൾ ആ ക്യാരക്ടർ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ റോളായിട്ട് എടുക്കാം. നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ പേഴ്സൺ, അങ്ങനെ നിങ്ങൾ മാറാനൊക്കെ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു എനർജി, ഓക്കെ, വളരെ ലൈക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ അവർ കരുതും ദറ്റ് നിങ്ങളിപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾക്ക് ആരുടെയും ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ സ്വന്തം ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഗ്രോത്ത് ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന പോലെ. ഓക്കെ, നിങ്ങൾക്ക് ആരും വേണ്ട എന്നൊരു എനർജി മെയിനായിട്ട്. ഓക്കെ, അങ്ങനെ ഒരു എനർജി അവർക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. ഓക്കെ, അവരാദ്യം അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ. അവർ ചിന്തിക്കുക, അതായത് നിങ്ങളങ്ങനെ വിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ, ഓക്കെ, അവർക്ക് തോന്നും നിങ്ങൾക്ക് മേ ബി അവരെ ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പിയാണ് എന്നവർക്ക് തോന്നും. ഓക്കെ, അല്ലെങ്കിൽ ഹാപ്പി ആണെന്നല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് തോന്നും ആക്ച്വലി നിങ്ങളോട്, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളോട് റെസ്പെക്റ്റും ഫീൽ ചെയ്യും അവർ. ആൻഡ് ഇവിടെ എനിക്ക് പ്ലാനിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ മാറി നിന്നാൽ, ഓക്കെ, അവരാദ്യം ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്, സ്റ്റക്ക് എനർജി ഉണ്ട്. സോ മേ ബി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആലോചിക്കും, തിരിച്ചു വരാനുള്ള ഒരു രീതിയിൽ അവരുടെ മനസ്സിൽ ചിന്തയുണ്ടാവും. എന്നിട്ട് ഓക്കെ, അവർ പുറകെ വരണോ, അല്ലെങ്കിൽ അവരൊരു വെയിറ്റിംഗ് എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, വെയിറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരുമോ എന്നുള്ളൊരു വെയിറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ അകൽച്ച ആണെങ്കിൽ അവർ എങ്ങനെ ഇനി നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ വിട്ടു പോയാലും ഓക്കെ, അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും അവർ മനസ്സിൽ ഒരു പ്ലാനിങ് അവർ ചെയ്യും. ഓക്കെ, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്ത് പറയണം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുക, എങ്ങനെയാണ് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുക, അതിനുള്ള ഒരു പ്ലാനിങ്. അതായത് എവിടെയെങ്കിലും പെട്ടെന്ന് നമ്മൾ മീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ത്രൂ നമ്മൾ കണക്ട് ചെയ്യണോ, ആ രീതിയിലൊരു പ്ലാനിങ് അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന പോലെയുണ്ട്. ഓക്കെ, മേ ബി അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും, ദാറ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ന രീതിയിൽ. നിങ്ങൾ അങ്ങനെ മാറി നിന്നാൽ, ഓക്കെ, അവർ ഒരു ചെറിയൊരു കാര്യം ലൈക്ക് പറഞ്ഞു വരുമ്പോൾ നിങ്ങളെ വിട്ടുകളയുന്ന ഒരു എനർജി അല്ല എനിക്ക് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് നിങ്ങളെ തീർച്ചയായിട്ടും ഒരു മിസ് ചെയ്യും എന്നുള്ളൊരു എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനർജി, നിങ്ങളെ വീണ്ടും ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നൊരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. സോ അങ്ങനെ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ അവർ ശ്രമിക്കും എന്നിട്ട് എങ്ങനെയാണ് നമ്മളെ സിറ്റുവേഷൻ ഒന്ന് എങ്ങനെയാണ് ബെറ്റർ ആക്കുക, വീണ്ടും എങ്ങനെയാണൊന്ന് സംസാരിക്കുക, എങ്ങനെയാണ് ഒന്ന് സ്മൂത്ത് ആക്കുക എന്ന രീതിയിൽ അവരെ മനസ്സിൽ പ്ലാനിങ് ഉള്ള പോലെയാണ്. എൻ്റെ ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. സോ യെസ്, പക്ഷേ ഇതൊക്കെ മനസ്സിലിങ്ങനെ നടക്കുമ്പോഴും എവിടെയോ മനസ്സിലൊരു സ്റ്റക്ക് ഫീലിങ്ങും വരും. ഓക്കെ,
ചിലപ്പോൾ ഒരു ജലസി വരുന്നതായിരിക്കാം, ദേഷ്യം വരുന്നതായിരിക്കാം, ഓക്കെ, അതായത് എങ്ങനെ എന്നെ വിട്ടുപോയി, അങ്ങനെ വരുന്നതായിരിക്കാം, ഓക്കെ, ഈഗോ ആയിരിക്കാം, ഓക്കെ, ചില പേടികളായിരിക്കാം, ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്നിവിടെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് തോന്നുന്നത് ഞാനൊരു ആക്ഷൻ എടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊരു തോന്നലായിരിക്കാം, ഓക്കെ, മേ ബി മുന്നോട്ട് വന്നാൽ നിങ്ങൾ ദേഷ്യപ്പെട്ടാലോ എന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നായിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ മനസ്സിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അവരെ ഒരു തടസ്സപ്പെടുത്തുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾ വിട്ടുപോയാൽ അവർ ആലോചിക്കും, തിരിച്ചു വരാൻ ആലോചിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വീണ്ടും റീകണക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, സ്മൂത്ത് ആക്കണം, നമ്മൾ ഒന്നിച്ച് വേണം എന്ന രീതിക്കൊക്കെ എനിക്ക് ആഗ്രഹമൊക്കെ കാണുന്നുണ്ട്. മുന്നോട്ട് ഒന്നിച്ച് പോകുന്ന രീതിയിൽ കാണുന്നുണ്ട്. ആ ഒരു ആഗ്രഹമുണ്ട് അവർക്ക്, സ്മൂത്തായിട്ടെല്ലാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ പോകണം. ബട്ട് അഗെയിൻ ഒരു തടസ്സങ്ങൾ വരുന്നതായിട്ടും കാണുന്നുണ്ട്. മനസ്സിൽ പേടികളാണ്, ഫിയേഴ്സാണ്, അല്ലെങ്കിൽ ബ്ലോക്കേജസ് ഉണ്ട്. ഓക്കെ, അവർക്ക് സാഹചര്യമായിരിക്കാം തടസ്സം, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ തന്നെ സ്വയം ചിന്തിച്ചിട്ട് മേ ബി അവർ തന്നെ സ്വയം ഒരു മെൻ്റൽ പ്രിസണിൽ കിടക്കുന്ന പോലെയാണ്. ഓക്കെ, മൈൻഡിൻ്റെ ഒരു പ്രിസണിൽ, അതായത് അവർക്ക് തോന്നുന്നത് ഞാൻ ആക്ഷൻ എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോയാലോ എന്നുള്ള പേടിയായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും പറയുന്നത് തെറ്റിയാലോ, ചെയ്യുന്നത് തെറ്റിയാലോ, ഓക്കെ, അങ്ങനെയൊക്കെയുള്ളൊരു, കാരണം ഇവിടെ എവിടെയോ നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉണ്ട്. മാത്രമല്ല അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു ഹയർ ഇതിൽ നിൽക്കുന്ന ഒരു ലെവലിലാണ് അവർ കാണുന്നത്. 2 പെൻറ്റിക്കിൾസ് ഉണ്ട്. അവരെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അതായത് നിങ്ങളില്ലെങ്കിൽ, ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ മൈൻഡ് രണ്ട് വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കണോ വേണ്ടേ, വേണോ വേണ്ടേ, വരണോ, സംസാരിക്കണോ, ഓക്കെ, ഇത് ശരിയാവോ എന്ന രീതിക്ക് അവരുടെ മൈൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന പോലെയാണ്. ഓക്കെ, ഒരു ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇനി എന്താ വേണ്ടത്, ആ രീതിക്ക് അവരുടെ മൈൻഡ് ചിന്തിച്ചുകൊണ്ടിരിക്കും അവർക്ക്. ഓക്കെ, ഹാപ്പിനെസ് എന്തായാലും കാണാനില്ല, കൺഫ്യൂഷനാണ് ഇപ്പോഴത്തെ. നമുക്ക് ഒരു വേറെ എന്തായിരിക്കും ഒരു ഫീൽ ചെയ്യാൻ ഓടി നോക്കാം. വാട്ട് വിൽ ദേ ഫീൽ, നിങ്ങൾ അങ്ങനെ വിട്ടുപോയാൽ. 4 ഓഫ് പെൻറ്റിക്കിൾസ്, 6 ഓഫ് പെൻറ്റിക്കിൾസ്, അഗൈൻ 6 വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ്, ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ്, 1 മോർ കാർഡ്, 7 ഓഫ് കപ്സ്, ഓക്കെ. ഓക്കെ, നിങ്ങളെ അങ്ങനെ വിട്ട് കളയൊന്നുമില്ല അവർ. ഓക്കെ, ഒരിക്കലും അങ്ങനെ കരുതണ്ട. ഓക്കെ, നിങ്ങളെ വിട്ട് കളയൂല്ല. മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള ബോണ്ട്, ഓക്കെ, അവരൊരിക്കലും നിങ്ങളില്ലാതെ അവർ സന്തോഷമാവുന്നു ഒരിക്കലും കരുതണ്ട. ഓക്കെ, ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, ഇവിടെ അഗെയിൻ എനിക്ക് കാണുന്നത് ഇവിടെ അവരൊരു ഹോൾഡ് ബാക്ക് ഉണ്ടാവും നിങ്ങൾ അങ്ങനെ വിട്ടു പോയി കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങളങ്ങനെ മാറി നിന്നാൽ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പേഴ്സൺ ഒന്ന് അല്പം അകൽച്ച വെച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് ഹോൾഡ് ബാക്ക് എനർജി ഉണ്ട്. അവരുടെ പെട്ടെന്ന് അങ്ങനെ എടുത്തു ചാടി അങ്ങോട്ട് വരുന്ന രീതിക്കൊന്നും എനിക്ക് കാണാനില്ല. ഓക്കെ, സമയമെടുക്കും അവർ. ഓക്കെ, അവർ ആദ്യം ഒരു ഹോൾഡ് ബാക്ക് എനർജിയാണ്. അവരും ഒന്നിങ്ങനെ പുറകോട്ട് നിൽക്കും. ഓക്കെ, നിങ്ങൾ മേ ബി അവർ നിങ്ങളെ കുറെ കുറ്റപ്പെടുത്തുമായിരിക്കാം. എന്നിട്ട് നിങ്ങളാണ് പോയതെന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തും ചിലപ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയായിരിക്കും. എന്നിട്ട് വീണ്ടും ഞാൻ ശ്രമിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള നല്ല പേടിയുണ്ടാവും. ഓക്കെ, ആൻഡ് മാത്രമല്ല അവർ പെട്ടെന്ന് അങ്ങനെ അവർ ഈഗോ കളഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനും ആഗ്രഹിക്കില്ല. ഓക്കെ, സോ ഇതൊരു ഈഗോയിൻ്റെ എനർജി കൂടി പറയാം നമുക്ക്. സോ എല്ലാം ഇങ്ങനെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുക. അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല. കുറച്ചൊന്ന് മാറി നിൽക്കുന്ന രീതിയിൽ, സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ, അങ്ങനെ ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും അവർ സിക്സ് ഓഫ് സോഡ്സ് ഉണ്ടായിരുന്നു. 6 എന്ന് പറയുന്നത് നമ്മുടെ വീനസ് ആണ്, ലവ് എനർജിയാണ്, റിലേഷൻഷിപ്സ്, ഹാർമണി എന്നൊക്കെ പറയും നമ്മൾ, ഒരു ശാന്തമായിട്ട് എന്നൊക്കെ പറയും. സോ ഇവിടെ അവർ നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഒന്നിച്ച് വേണം എന്ന രീതിക്ക് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കും. ആൻഡ് ഇവിടെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള അപ്രോച്ച്, ഓക്കെ, നിങ്ങൾ വലിയ ഗ്രാൻഡ് ജസ്റ്റർ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതായത് ഇതും പൂക്കളും കൊണ്ടുവരിക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാലിൽ എന്തോ പറയുമല്ലോ പ്രപ്പോസലിനെ വന്ന് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. പക്ഷെ ഒരു ചെറിയൊരു അപ്രോച്ച് നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, സ്നേഹത്തിൻ്റെ ഫീലിങ്സ് ആണിത്. പേജ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ സ്നേഹമാണ്. ഓക്കെ, അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് അവർക്ക് മേലെ വരാൻ തുടങ്ങും. ഓക്കെ, അത് അവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കും. ഓക്കെ, അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ കാര്യമാക്കണ്ട. ബട്ട് ഏതെങ്കിലും രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അപ്രോച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി പോലെ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്ന പോലെയാണ്. പറ്റുന്നവർക്ക് മാരേജ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എപ്പോഴും ഞാനിത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. പുതിയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നു മാത്രം. സോ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒരു നമ്മൾ പറയില്ല, ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, സോ അത് തീർച്ചയായിട്ടും അവരത് വീണ്ടും അത് ബിൽഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ അവരെവിടെയോ ആ കാര്യങ്ങളൊക്കെ അവർ മിസ് ചെയ്യുന്ന രീതിയിൽ ഒരു എനർജി ഉണ്ട് എനിക്ക്. ഓക്കെ, അവർ ആഗ്രഹിക്കും അത് വീണ്ടും വേണം എന്ന രീതിയിൽ. ആൻഡ് 7 ഓഫ് കപ്സിൻ്റെ നിങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുന്ന രീതി കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് മെമ്മറീസിലിരിക്കും അവർ. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഇല്ലെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയാണ്. ആൻഡ് മാത്രമല്ല എവിടെയോ നിങ്ങൾ അവരെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോകുന്നില്ല, അത് തന്നെയാണ്.
ഓക്കെ, നിങ്ങൾ മാറി നിന്നാലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അവർ മനസ്സിങ്ങനെ ഒരു സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൂട്ടുക, അല്ലെങ്കിൽ ചിന്തിച്ചു കൂട്ടുക എന്ന് പറയാം. ഓക്കെ, അവർ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് അവരൊരു ദിവസസ്വപ്നം കാണുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. എൻ്റെ അഗൈൻ 2 of Cups എനർജി ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പ് സോൾ കണക്ഷൻ ആണ്. ഓക്കെ, അത് എവിടെയും വിട്ടു പോകുന്നില്ല. നിങ്ങളങ്ങനെ മാറി നിന്നാലും അവർക്ക് ഹാപ്പി ആവാനൊന്നും പറ്റില്ല. ഓക്കെ, ആക്ച്വലി ഇവിടെ ഇത് നിൽക്കുന്ന കണ്ടാൽ തന്നെ ഒരു സാഡ് ഫീലിംഗ് ആണ്. ഉണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഒരു എനർജി വളരെ സാഡായിട്ട് നിൽക്കുന്ന പോലെയാണ്. ഐ ഡോണ്ട് തിങ്ക് അവർ ഒട്ടും അങ്ങനെ ഹാപ്പി ഒന്നും ആവില്ല. പക്ഷെ കാണിക്കും, പുറമേ ചിലപ്പോൾ കാണിച്ചു എന്ന് വരും. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് അവർ ഹാപ്പി ആയിട്ടിരിക്കും എന്ന്. നിങ്ങളങ്ങനെ പോയാൽ അവർ നിങ്ങളെ തിരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനായിട്ട് എന്തായിരിക്കും നമുക്ക് നോക്കാം. അത് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് വാട്ട് വിൽ ദേ ഡു, ആക്ഷൻ എന്തെടുക്കും. എംപ്രസ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് ഹയറോഫന്റ്. ഓ മൈ ഗോഡ്, കുറേ പേർക്ക് ഇവിടെ മാരേജ് എനർജിയാണ് വരുന്നത്. വളരെ സ്ട്രോങ് സ്റ്റാർ കാർഡും ഉണ്ട്. വെരി നൈസ്. ഓക്കെ, സോ ഇവിടെ പലർക്കും, എല്ലാവർക്കും എന്ന് പറയുന്നില്ല, സോറി, നിങ്ങൾ പറ്റുന്നവർക്ക് മാരേജ് എനർജി, അല്ലാത്തവർക്ക് ഓക്കെ നിങ്ങളെ കാണുന്നത് അവർക്ക് വളരെ റെസ്പെക്റ്റ് തോന്നും നിങ്ങളോട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കെയർ, നിങ്ങളുടെ അതെല്ലാം അവർ മിസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓഫറുമായിട്ട് വരുന്ന എനർജി ഉണ്ട് ഇവിടെ. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ടിന് തീർച്ചയായിട്ടും അവർ ശ്രമിക്കും. അത് വരുന്ന രീതിയും സംസാര രീതിയും ഒന്നും നിങ്ങളെ കാര്യമാക്കണ്ട, ബട്ട് ഐ തിങ്ക് അവർ ശ്രമിക്കും തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ ഹൈറോഫൻറ്റും ഉണ്ട്. സോ അഗെയിൻ യെസ്, ഇതൊരു നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ ആണ്, സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് മാത്രമല്ല എവിടെയോ അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് മുന്നോട്ട് വളരെ ഒരു നമ്മൾ പറയില്ലേ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തോടെയാണ് വരുന്നത്. ഓക്കെ, അവർ തിരിച്ചു വരും. ഓക്കെ, അങ്ങനെ ഇപ്പം ആരെങ്കിലും മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടിയാണ്. അല്ലാത്തവർക്ക് ഇപ്പം നിങ്ങളൊന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചാലും ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ നിങ്ങളെ വിട്ട് കളയും, മാറി നിന്നോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ മാറി നിന്ന് നോക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയും ശരിക്കും പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സി പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട, പെട്ടെന്ന് അതായത് വേഗം അവർ ഓടി വന്ന് എല്ലാം ശരിയാക്കുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, കുറച്ച് സമയം എടുക്കും. സി അങ്ങനെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം മാറി നിൽക്കണം. അല്ലാതെ ഒരു ദിവസം വെറുതെ 2 ദിവസം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലോണം മാറി നിൽക്കണം, കുറച്ച് സമയം എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, യെസ്, ഇവിടെ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള അവരുടെ എന്തായാലും ഇവിടെ 2 of Cups വന്നാൽ തന്നെ വലിയ കാര്യമാണ്. ലൈക്ക് നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ കാണിക്കുന്നുണ്ട്. സോ എവിടെയും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഫുള്ളി വിട്ടുപോകുന്ന രീതിക്ക് എന്തായാലും ഇല്ല. ചിലപ്പോൾ ഈവൻ എത്ര സമയം എടുത്താലും ശരി തിരിച്ച് തീർച്ചയായിട്ടും വരും. സക്സസ്, ട്രസ്റ്റ്, ഫ്രണ്ട്, ഓക്കെ, അബൻഡൻസ്, മതി, ഒരുപാട് എടുക്കുന്നില്ല. ഓക്കെ, സ്റ്റോപ്പ്, വൈ, ഓക്കെ, ഒബ്സഷൻ. സി എനിക്ക് കാണുന്നത് നിങ്ങളോടുള്ള ഒരു ഒബ്സഷൻ. ആക്ച്വലി യെസ്, ഡെവിൾ കാർഡ് അതുകൂടിയാണ് പറയുന്നത്, ഒബ്സഷനാണ്. നിങ്ങളങ്ങനെ മാറി നിന്ന്, ഓക്കെ യെസ്, ഞാൻ ആ പോയിൻ്റേ പറയാൻ വിട്ടുപോയി. നിങ്ങളങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോഴാണ് ശരിക്കും അവരുടെ ഒബ്സഷൻ ട്രിഗർ ആവാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ എന്നെ വിട്ടുപോയി, അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി, നിങ്ങൾ പോകുന്ന ഒരിക്കലും അവർ കരുതില്ല. അതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ആക്ഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടൊരു ഒബ്സഷൻ തന്നെ തോന്നും. ഓക്കെ, നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. സോ യെസ്, വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കും അവർ, ഒബ്സസീവ് ആവാൻ തുടങ്ങും. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം വരാൻ പോകുന്നത്. സോ യെസ്, ഒബ്സഷൻ ഉണ്ട് നിങ്ങളുടെ പേഴ്സണിന് തീർച്ചയായിട്ടും, അവർ കാണിച്ചാലും ഇല്ലെങ്കിലും. ഓക്കെ, ആൻഡ് സക്സസ് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ അഗെയിൻ ഇതൊരു ക്രൗണൊക്കെ വെക്കുന്നുണ്ട്, നിങ്ങൾ ജയിക്കും എന്നുള്ള രീതിക്ക്. സോറി, ഞാനത് മറ്റേ ആരെങ്കിലും എനിവേ എന്തായാലും നിങ്ങൾക്കൊരു സക്സസ് വരുന്നത് കാണുന്നുണ്ട്. ആൻഡ് ട്രസ്റ്റാണ് ഇവിടെ പറയുന്നത്. നിങ്ങളോട് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിലൊരു ട്രസ്റ്റ് വെക്കുക. ഓക്കെ, ശരിയാവാനുള്ളതാണെങ്കിൽ എന്ത് തന്നെയായാലും യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, ആൻഡ് നിങ്ങൾക്ക് കൂടെ യൂണിവേഴ്സ് ഉണ്ടാവും എന്ന രീതിക്ക് നിങ്ങൾ ട്രസ്റ്റ് വെക്കാൻ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് പറയുന്നത്. എവിടെയോ നിങ്ങളോട് പറയുന്നുണ്ട് പേഴ്സണിൽ ഒരു ട്രസ്റ്റ് വെക്കൂ, അത് നിങ്ങളുടെ സ്നേഹത്തിൽ ട്രസ്റ്റ് വെക്കൂ, ബാക്കി പേഴ്സണിൽ പോട്ടെ, നിങ്ങൾ സ്നേഹത്തിൽ ട്രസ്റ്റ് വെക്കൂ. ആൻഡ് ഇവിടെ ഫ്രണ്ട് എന്ന് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ നമ്മുടെ ആ സോൾമേറ്റ് കണക്ഷൻ നമ്മൾ കണ്ടിരുന്നു, നിങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബോണ്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിക്കായിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഗെറ്റ് ഹെൽപ്പ് ഫ്രം ഫ്രണ്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇത് ഫ്രണ്ട് എന്നുള്ള രീതിക്ക് എടുക്കണ്ട. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ആ ബോണ്ടിനെ എടുത്താൽ മതി. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ വളരെ സ്ട്രോങ് ആണെന്ന് എടുത്തോളൂ. ഓക്കെ, അബണ്ടൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അബണ്ടൻസ് വരും. റിലേഷൻഷിപ്പ് അബണ്ടൻസ് വരുമ്പോൾ പൈസയുടെ അല്ല, പണത്തിൻ്റെ അല്ല. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ആക്ച്വലി നമ്മൾ യെസ്റ്റേണോ പെൻഡിക്കിൾസ് നടത്തേണ്ടായിരുന്നു ഒരു ഫാമിലി പോലെ. ഓക്കെ, നിങ്ങൾ ഒത്തൊരുമയോടെ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ അറ്റാച്ച്മെൻറ്റോടെ കമ്മിറ്റ്മെൻറ്റോടെ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഓവർ തിങ്കിങ്.
ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യരുത്. ഓക്കെ, ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കൂ. നിങ്ങൾ മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കൂ. ഓക്കെ, പരീക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, അങ്ങനെയല്ല. ബട്ട് നിങ്ങൾക്ക് ശരിക്കും അറിയണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടയർഡായി, നിങ്ങൾക്ക് ഇതിൽ എഫേർട്ട് ഇട്ട് മതിയായി, പേഴ്സൻ്റെ ഭാഗത്ത് നിന്നെങ്കിൽ അവർക്ക് വേണോ എന്നറിയണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് മാറി നിന്ന് ട്രൈ ചെയ്യാം. ആൻറ്റിഡോട്ട് പറയുമ്പോൾ നമ്മൾ മരുന്നിൻ്റെ നമ്മൾ പറയില്ലേ, വിഷത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, അസുഖങ്ങളുടെ ആൻറ്റിഡോട്ട് എന്ന് പറയും അല്ലേ. സോ യെസ്, ഇവിടെ തീർച്ചയായിട്ടും ഒരു മറുമരുന്ന് അങ്ങനെയല്ലേ പറയാം, മറുമരുന്ന് കിട്ടും അതിന്. എൻ്റെ ഇവിടെ യു ആർ യുണീക്ക് എന്നുള്ളത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. എവിടെ പേഴ്സണിന് മനസ്സിലാവും ദാറ്റ് നിങ്ങൾ എത്ര യുണീക്കാണ് എന്നുള്ളത്, അവർക്കും തിരിച്ചറിവ് വരും. ആൻഡ് അവർ നിങ്ങളെ വിട്ട് കളയുന്ന രീതിക്കൊന്നും എനിക്ക് കാണാനില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനെ മാറി നിന്നാലും അല്ലെങ്കിൽ അവരായിട്ട് മാറിപ്പോയാലും ഇത് എൻഡിങ് എന്ന രീതിക്കല്ല. ഓക്കെ, ചില സിറ്റുവേഷൻസ് യെസ് എൻഡ് ഉണ്ടാവാം, ഇതെല്ലാവർക്കും ഉള്ളതല്ല. ബട്ട് ഒരു മെജോറിറ്റി പക്ഷേ നിങ്ങൾക്ക് എൻഡ് ആവുന്ന രീതിക്കല്ല കാണുന്നത്. നിങ്ങൾ വീണ്ടും ഒരു ഒന്നിക്കുന്ന ഒരു എനർജി തന്നെയാണ്. ഓക്കെ, സോ യെസ്, ഇവിടെ നമുക്ക് വളരെ ലൈക്ക് നിങ്ങളങ്ങനെ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, ബട്ട് അതിന് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആവാനുണ്ട്. ഓക്കെ, പേഴ്സൺ പെട്ടെന്ന് വന്നില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്തൊക്കെ നിൽക്കേണ്ടി വരും. അത് നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ ആലോചിച്ച് ചെയ്യൂ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും. നന്ദി, നമസ്കാരം.